സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ്. അത്രയും മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും മനോഹരമായ മാനവിക കൂട്ടായ്മയിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൂട്ടായ്മ എന്നുള്ളത്. ഞാനിവിടെ സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ സംസാരം ഇപ്പോൾ കേൾക്കുന്നവരാണ്. എൻ്റെ എന്നല്ല, ലോകത്തിലെ ഏതൊരാളുടെയും പ്രസംഗവും പാട്ടും സംസാരവും എല്ലാം പൂർണ്ണതയിലെത്തണമെങ്കിൽ കേൾവിക്കാരനെ സംബന്ധിച്ച് അതിനൊരു ശ്രുതിമധുരം ഉണ്ടാവണമെങ്കിൽ, കാതുകൾക്ക് ഇമ്പമുണ്ടാവണമെങ്കിൽ നല്ല ഒഴുക്കോടുകൂടെ പാടണം, പ്രസംഗിക്കണം, സംസാരിക്കണം. എങ്കിൽ മാത്രമേ അത് ആസ്വാദ്യകരമാവുകയുള്ളൂ. ഒഴുക്കോടുകൂടെ സംസാരിക്കാൻ നാവ് മാത്രം മതിയാവില്ല. ചുണ്ടും പല്ലും മോണയും ഒക്കെ നമ്മളെ സഹായിക്കണം. എന്നാൽ ചില കാര്യങ്ങൾ പറയാം, ഞാനെന്ന് പറയാം, എൻ്റെ എന്ന് പറയാം, നിൻ്റെ എന്ന് പറയാം. നമ്മുടെ ചുണ്ടുകൾ നമ്മോടൊപ്പമില്ല, നമ്മുടെ പല്ലുകൾ നമ്മളെ സഹായിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ ഞങ്ങളെന്ന് പറയാം, നിങ്ങളെന്ന് പറയാം, അവരുടേതെന്ന് പറയാം, നമ്മുടേതെന്ന് പറയാം. ചുണ്ടും പല്ലും മോണയും ഒക്കെ നമ്മളെ സഹായിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, എൻ്റെ എന്ന് പറയുന്നതും ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ, അവർ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് കൂട്ടായ്മ എന്നുള്ളത്. നമ്മുടെ ശരീരം പോലും കൂട്ടായ്മക്കൊപ്പമാണ്. നമ്മളെല്ലാവരും ജുമാ കഴിഞ്ഞു, അസ്ർ നമസ്കാരം കഴിഞ്ഞു വന്നിരിക്കുന്നവരാണ്. ജീവിതത്തിൽ 17 തവണ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ചുരുങ്ങിയത് ഓതാൻ നിർബന്ധിതരാണ് ഒരു വിശ്വാസി. ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന നിത്യമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എന്നെ നീ നേരായ മാർഗത്തിലാക്കണമേ എന്നല്ല, പകരം ഞങ്ങൾ എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഒരു മലഞ്ചെരുവിൽ വെച്ച് നമസ്കരിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, സ്വന്തത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും നിർബന്ധിതരാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ആഹ്വാനം നൽകിയത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് എല്ലായിടത്തും കൂട്ടായ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടായ്മക്ക് മരണമണി മുഴങ്ങുന്ന ഒരു ലോകമാണ്. ടെക്നോളജിയുടെ വികാസം, നമുക്ക് സെക്കൻഡ് കൊണ്ട് ലോകവുമായി സംസാരിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഒരു മനുഷ്യനുമായി നമുക്ക് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ കഴിയും. കിലോമീറ്ററുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു. പക്ഷേ നമുക്ക് 50 മീറ്റർ അപ്പുറമുള്ള അയൽവാസിയാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും ഉത്തരം കിട്ടാതെ പോവുകയാണ്. നമുക്ക് നമ്മുടെ അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, ആ ബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നു. ഒരു പക്ഷേ ഈ പെരിന്തൽമണ്ണയിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോകുമ്പോൾ 10 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നമ്മളൊക്കെ ലിഫ്റ്റിൽ യാത്ര ചെയ്യും. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടാവും, കടൽ തീരത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടാകും, പാർക്കിൽ വെച്ചും എയർപോർട്ടിൽ വെച്ചും പരിചയപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളൊക്കെ പരിചയപ്പെട്ട ആളുകളെ, അതല്ലെങ്കിൽ ഇതുപോലെ മീറ്റിങ്ങിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ലിഫ്റ്റിൽ നിന്ന് പരിചയപ്പെട്ട എത്ര പേരുണ്ടാവും? പരസ്പരം ചിരിച്ച് നമ്മളങ്ങനെ ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടുരുമി നിൽക്കും. പക്ഷേ പരിചയപ്പെടാൻ സമയമുണ്ടാവാറുണ്ടോ? അപൂർവം മാത്രമായിരിക്കും. എന്നാൽ തൊട്ടുരുമിയാണ് നമ്മൾ നിൽക്കാറുള്ളത്. ഇവിടെ ഏതെങ്കിലും പുസ്തകശാലകളുണ്ടെങ്കിൽ ആ പുസ്തകശാലയിൽ പോയാൽ ONVയുടെ പുസ്തകവും തിക്കോടിയൻ്റെ പുസ്തകവും ഉണ്ടാകും, ഖലീൽ ജിബ്രാൻ്റെ പുസ്തകം ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഐൻസ്റ്റീൻ്റെ പുസ്തകം ഉണ്ടായേക്കാം. എല്ലാം തൊട്ടുരുമി നിൽക്കും. പക്ഷേ ഒരു പുസ്തകത്തിന് മറ്റൊരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നറിയില്ല. പോസ്റ്റ് ഓഫീസിൽ പോയാൽ എനിക്കുള്ള കത്തും നിങ്ങൾക്കുള്ള കത്തും എല്ലാം ഒരു വിവിധ മേൽവിലാസത്തിലുള്ള കത്തുകൾ ഒരു ബോക്സിലാണ്. പക്ഷേ വിവിധ കത്തുകളുടെ ഉള്ളടക്കം ആർക്കും അറിയില്ല. എന്നതുപോലെയാണ് മനുഷ്യർ ഇന്ന്. തൊട്ടുരുമ്മി നമ്മൾ നിൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. പക്ഷേ മറ്റൊരാളുടെ വേദന, അവൻ്റെ പ്രയാസം, ദുഃഖം, അദ്ദേഹം നേരിടുന്ന ദുരനുഭവം, ഇതൊന്നും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ലോകം. എന്നാൽ വിചിത്രമായ ഒരു കാഴ്ച, ഇന്നെല്ലാവരും മത്സരിക്കുകയാണ്. എന്തിനാണ് മത്സരം? ദൈവത്തോടടുക്കാൻ, അള്ളാഹുവിനോടടുക്കാൻ എല്ലാവരും മത്സരിക്കുകയാണ്. മുമ്പുള്ളതിനേക്കാളും
മോടി പിടിപ്പിച്ച മസ്ജിദുകൾ കാണാം, അമ്പലങ്ങൾ കാണാം, ചർച്ചുകൾ കാണാം. മുമ്പുള്ളതിനേക്കാളും വിശ്വാസികളുടെ തീർത്ഥാടനം ഈ ആരാധനാലയങ്ങളിലെ എല്ലായിടത്തും, എല്ലാ ആരാധനാലയങ്ങളിലും ഇഷ്ടംപോലെ വിശ്വാസികളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ക്ഷേത്രങ്ങളിൽ അവിടെ രുദ്രാക്ഷമാല കയ്യിലെടുത്ത്, ചർച്ചിൽ അവിടെ കൊന്ത കയ്യിലെടുത്ത്, പള്ളികളിൽ തസ്ബീഹമാല കയ്യിലെടുത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവൻ, ആ അർപ്പിക്കുന്നവൻ മാത്രമാണോ യഥാർത്ഥ വിശ്വാസി? അല്ല. അവൻ്റെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ അവൻ ചുറ്റുഭാഗവും കണ്ണോടിക്കണം. തൻ്റെ വിശ്വാസം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തമായി വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. നമസ്കരിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ലെന്ന് താക്കീത് പറഞ്ഞിട്ടില്ല. ഹജ്ജ് ചെയ്യാത്തവൻ എന്നിൽ പെട്ടവനല്ലെന്ന് താക്കീതുണ്ടായിട്ടില്ല. പക്ഷേ അയൽവാസിയുടെ ജാതി, അയൽവാസിയുടെ മതം, അയൽവാസിയുടെ രാഷ്ട്രീയം, ഇതൊന്നും പ്രശ്നമല്ല. നീ 5 നേമനം നമസ്കരിക്കുന്നവനാണെങ്കിലും, നീ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെങ്കിലും, നിന്റെ അയൽവാസിയുടെ പട്ടിണി നിന്റെ സ്വർഗാരോഹണത്തെ അത് ചോദ്യം ചെയ്യും എന്ന് പറയുമ്പോൾ ഈ മാനവികമായ വിളംബരമുണ്ട്. ഇത് മറന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോടടുക്കാനുള്ള വെപ്രാളത്തിൻ്റെയിൽ നമ്മുടെ അടുത്തുള്ള ആളുകളെ അല്ലെങ്കിൽ മനുഷ്യരെ നമ്മൾ മറന്നു പോവുകയും അവരുമായി അകലം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് സൃഷ്ടികളോട് പരാതി പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പരാതി? ആ പരാതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ദൈവം പരാതി പറയും. അപ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ രോഗിയാവുക? അപ്പോൾ എന്താണ് മറുപടി? നിന്റെ വീടിന്റെ സമീപം ഇന്നൊരാൾ രോഗിയായിരുന്നു, നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ അത് എന്നെ സന്ദർശിച്ചതിന് തുല്യമാണ്. നീ ദാരിദ്ര്യം കൊണ്ട് അതിൻ്റെ മൂർത്തിമദ്ഭാവം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ, വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ എന്നെ സേവിച്ചതിന് തുല്യമാണ് എന്ന് അള്ളാഹു നാളെ പരാതി പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ചുറ്റുഭാഗവും കണ്ണു തുറക്കാൻ രോഗികൾ, അശരണർ, അഗതികൾ, അനാഥകൾ, ആലംബഹീനർ, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ അടുത്തിടെ ഒരു പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. ഒരു പക്ഷെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് അമേരിക്കയിലെ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇരട്ട പ്രസവിച്ച കുട്ടികൾ, ആ കുട്ടികളിൽ മൂത്ത കുട്ടിക്ക് മാരകമായ രോഗം പിടിപെട്ട് ആ കുട്ടി കഴിഞ്ഞ 30 ദിവസമായി ഐസിയുവിൽ കിടക്കുകയാണ്. ഐസിയുവിൽ കിടക്കുന്ന കുട്ടി അവസാനം ഡോക്ടർമാർ കൈമലർത്തുന്നു. ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നു. എല്ലാ മരുന്നും പരീക്ഷിച്ചു. ഡോക്ടർമാർ എന്ത് പറയാൻ? വൈദ്യശാസ്ത്രത്തിലെ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടും ഈ കുട്ടിക്ക് രോഗശമനം ഉണ്ടാവുന്നില്ല. മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഡോക്ടർമാർ അവർ പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ഒരുപക്ഷെ എന്തെങ്കിലും മിറാക്കിൾസ്, അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല വിശ്വാസികളായിരുന്നു, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും ഡോക്ടർമാർ കൈയൊഴിയുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം ഹോസ്പിറ്റലിലെ സീനിയർ നേഴ്സ്, ആ നേഴ്സ് വന്നുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ പരിചരിക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന MBBS പഠിക്കുന്നവർ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വൈദ്യശാസ്ത്രത്തിന് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ നേഴ്സിന്റെ ചോദ്യം മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണ്. മെഡിക്കൽ എത്തിക്സിൽ ആ ഡോക്ടർക്ക് മാത്രമേ ചികിത്സിക്കാൻ അവകാശമുള്ളൂ. നേഴ്സിനെ സംബന്ധിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വായിച്ച് ആവശ്യമായ മരുന്ന്, അത് കുത്തിവെപ്പ് നടത്താം, മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അവരെ സഹായിക്കാം. അതിനപ്പുറം സ്വയം ചികിത്സ എന്ന് പറയുന്നത്, ഒരു രോഗിയെ ചികിത്സിക്കാൻ നേഴ്സിന് അവകാശമില്ല. ഡോക്ടർമാരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ നേഴ്സ് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചത്. ആ ഹോസ്പിറ്റലിലെ സീനിയർ നേഴ്സാണ്, കഴിഞ്ഞ 20 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന നേഴ്സാണ്. ആ നേഴ്സിന് ഇന്ന് വരെ ഒരു കൈപ്പിഴ സംഭവിച്ചില്ല. കൈപ്പിഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ അറിയാം, വലതുകാലം ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇടതുകാലം സുന്ദരമായി ഓപ്പറേറ്റ് ചെയ്തു തരുന്ന ഡോക്ടർമാരുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവിടെയാണ് ഒരു കൈപ്പിഴ സംഭവിക്കാത്ത ഈ നേഴ്സ്. ആ നേഴ്സിന്റെ അഭ്യർത്ഥന ഡോക്ടർമാർ മാനിക്കുകയാണ്. നേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ചികിത്സിക്കാം, പക്ഷേ ഞങ്ങളുടെ സമ്മതമില്ലാതെ ഇനി ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ എന്ത് ചികിത്സയാണ്? നേഴ്സ് അത് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ കൂടപ്പിറപ്പ് എവിടെ? ഇതൊരു മൂത്ത കുട്ടിയാണല്ലോ, ഇതിന് അനുജത്തിയുണ്ടല്ലോ, ഇരട്ട പ്രസവിച്ചതല്ലേ, ഈ കുട്ടിയെ കൊണ്ടുവരൂ. ഇതാണ് നേഴ്സിന്റെ ചികിത്സ. ചികിത്സ ആരംഭിച്ചു. 30 ദിവസമായി ഇവർ തമ്മിൽ കണ്ടിട്ട് ഇവരെ രണ്ടുപേരെയും ഒരു ബെഡിൽ കിടത്തുകയാണ് നേഴ്സ്. അവർ കളിക്കുന്നു, ചിരിക്കുന്നു, തമാശകൾ പറയുന്നു. ജ്യേഷ്ഠത്തി ഏത് നിമിഷവും
മരണലോകത്തേക്ക് നടന്നു നീങ്ങുന്നതാണെന്ന് അനുജത്തിക്ക് അറിയില്ല. അനുജത്തിയോട് യാത്ര പറയേണ്ടി വരുമോ ജ്യേഷ്ഠത്തിക്ക് അറിയില്ല. അവരിങ്ങനെ കളിക്കുന്നു. ആ കളിചിരി തമാശകൾക്കിടയിൽ കൊച്ചനുജത്തിയുടെ കൈയുണ്ടല്ലോ നിശ്ചലമായ ജ്യേഷ്ഠത്തിയുടെ ഹൃദയത്തിൽ തട്ടിയപ്പോൾ ആ ഹൃദയം ചലിച്ചു വന്നാണ്. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഒരു തലോടൽ മതി, നമ്മുടെ ഒരു പുഞ്ചിരി മതി, നമ്മുടെ ഒരു സ്നേഹമായ ഭാഷണം മതി ജീവിതത്തിൽ പലരെയും തിരിച്ചു കൊണ്ടുവരാൻ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി, കേരളത്തിന്റെ വാനമ്പാടി ചിത്രചേച്ചി മദ്രാസിലെ ഒരു പരിപാടിയിൽ അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒവ്വൊരു പൂക്കളുമേ എന്ന് പറയുന്ന ചിത്രയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ഗാനം ചിത്രചേച്ചി ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിതുമ്പി വിതുമ്പി കരയുകയാണ്, പൊട്ടി കരയുകയാണ്. ചിത്രക്കൊന്നും മനസ്സിലായില്ല. പ്രോഗ്രാം അവസാനിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് ചിത്ര ചേച്ചിയുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, ചേച്ചി, നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു തമിഴ്നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ. ചിത്ര ചേച്ചി ഇതുവരെ സംസാരിച്ചിട്ടില്ല, നേരിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പാടിയ പാട്ടില്ലേ, ഒവ്വൊരു പൂക്കളുമേ, ആ പാട്ടിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഒരു ശിലയിൽ, കല്ലിൽ എത്രയോ തവണ ചുറ്റിക കൊണ്ട് ശില്പി ആഞ്ഞടിക്കുകയാണ്. എത്രയോ അടിയേറ്റാണ് അതൊരു മനോഹരമായ ശില്പമായി മാറുന്നത്. എന്നതുപോലെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ തളരാൻ പാടില്ല, നിങ്ങൾ പൊരുതണം. ഏത് രാത്രി കഴിഞ്ഞാലും ഒരു പകലുണ്ടാവും എന്ന് പറയുന്ന അർത്ഥവത്തായ വരികൾ കേട്ടപ്പോൾ ആത്മഹത്യ മുനമ്പിൽ നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഒരു പാട്ടൊരാളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ ചുറ്റുഭാഗമുള്ളവരെ നമ്മൾ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കുമ്പോൾ അവരിൽ പലരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഈ ആംബുലൻസുകളും ഈ സ്കൂട്ടറുകളും, അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ അധ്യക്ഷൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്തിനാണ്? വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയുണ്ടായി. ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. യുവത്വം എന്ന് പറയുന്നത് ഒരു സൂര്യനോട് ഉപമിച്ചാൽ, കെട്ടുപോയ സൂര്യനെ കുറിച്ചല്ല, ഞാൻ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ സൂര്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സൂര്യന്റെ സൂര്യോദയവും അതോടൊപ്പം തന്നെ അതിൻ്റെ അസ്തമയവും എന്ത് മനോഹരമാണ് കാണാൻ. സൂര്യോദയം കാണാൻ നമ്മൾ പല സ്ഥലങ്ങളിലും പോവാറില്ലേ? സൂര്യാസ്തമയം കാണാൻ നമ്മൾ പോവാറില്ലേ? മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ ഇതാണോ സൂര്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സൂര്യനിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടത് എന്താണ്? ഊർജമാണ്, താപമാണ്. അത് കിട്ടണമെങ്കിൽ, ആ ചൂട് കിട്ടണമെങ്കിൽ അത് മധ്യാഹ്ന സമയത്ത് കത്തിജ്വലിക്കണം. ജീവിതത്തിലെ കത്തിജ്വലിക്കുന്ന പ്രായമാണ് യൗവനം. നമ്മുടെ ബാല്യകാലം പോലെയല്ല, നമ്മുടെ വാർദ്ധക്യകാലം പോലെയല്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ശരീരം പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് യൗവനം. ആ യൗവനത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യും. നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. താഴെക്കോടിലെ ഈ ആംബുലൻസിന് വേണ്ടി പണം സമാഹരിച്ച യൂത്ത് ലീഗുകാർ, വയനാട്ടിലേക്ക് ചുരം കയറിറങ്ങിയ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകന്മാർ, CH സെന്ററിന്റെ വോളണ്ടിയർമാർ, അതോടൊപ്പം തന്നെ PTHന്റെ വോളണ്ടിയർമാർ, അവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ യുവാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അർഷിന്റെ തണൽ ലഭിക്കുന്ന യുവാക്കൾ 7 വിഭാഗത്തിന് അർഷിന്റെ തണൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്തിയ സ്ഥാനം യുവാക്കൾക്കുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ യുവത്വം ഇവിടെ പലരും സംഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ബോംബുണ്ടാക്കാൻ, തോക്കുണ്ടാക്കാൻ, കടാരയുണ്ടാക്കാൻ, എന്നിട്ട് വിചാരണ ചെയ്ത് പാർട്ടി കോടതികളിൽ വെച്ച് ആളുകളെ അറുകൊല ചെയ്യാൻ വേണ്ടിയൊക്കെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന്റെ പട്ടാളത്തോട് പോരാട്ടം നടത്തി, ഏറ്റുമുട്ടൽ നടത്തി, എന്നിട്ട് തങ്ങളുടെ യുവത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി, സംഹാരത്തിന് വേണ്ടി പലരും ഉപയോഗപ്പെടുത്തുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഈ യുവാക്കളെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? ഇവിടെ ആരോരുമില്ലാത്തവർ, അവർക്ക് താങ്ങായി തണലായി വർത്തിക്കാൻ, മരുന്നെത്തിച്ചു കൊടുക്കാൻ, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, വസ്ത്രം എത്തിച്ചു കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് മാറ്റം? നമ്മളെപ്പോലെ കണ്ണുകളുണ്ട്, നമ്മളെപ്പോലെ ഓടാൻ കാലുകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെക്കാളും കൂടുതൽ ഭാരം ചുമക്കുന്ന
നടക്കുന്ന എത്രയോ മൃഗങ്ങളുണ്ട്, കാഴ്ചശേഷിയുള്ളവരുണ്ട്. പക്ഷേ മനുഷ്യനും മൃഗവും തമ്മിലുള്ള മാറ്റം എന്താണ്? ഒരുപക്ഷേ സ്വന്തം ദാഹം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ, സ്വന്തം വിശപ്പ് മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ, അതോടൊപ്പം തന്നെ സ്വന്തം വസ്ത്രം വിലപിടിപ്പുള്ള വസ്ത്രമാണെങ്കിലും അത് മറ്റൊരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്നവനെയാണ് ഉയർന്ന മനുഷ്യത്വം എന്ന് പറയുന്നത്. യർമുക്ക് യുദ്ധം നടന്നു. ആ യുദ്ധം നടന്ന് അതിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്വഹാബത്തെ കിറാം പാനപാത്രം ചുണ്ടോടടുപ്പിക്കുന്ന സമയമാണ്. ദാഹിച്ചു പറഞ്ഞ സ്വഹാബി, ആ സ്വഹാബി പാനപാത്രം വെള്ളപാത്രം ചുണ്ടോടടുപ്പിക്കുമ്പോൾ മറ്റൊരു സ്വഹാബി വാവിട്ട് കരയുകയാണ്. തന്റെ ദാഹം മറന്ന് ആ സ്വഹാബി മറ്റൊരു സ്വഹാബിക്ക് വെള്ളം കൊടുക്കുകയാണ്. ആ സ്വഹാബി ഇതുപോലെ വെള്ളം കുടിക്കുമ്പോൾ മറ്റൊരാൾ നിലവിളിക്കുകയാണ്. അദ്ദേഹവും ആ പാനപാത്രം കൈമാറുകയാണ്. ആരാരും വെള്ളം കുടിക്കാതെ യർമുക്ക് യുദ്ധക്കളത്തിൽ ആ സ്വഹാബിമാർ മരിച്ചു എന്ന് പറയുമ്പോൾ അവനവന്റെ ദാഹം മറന്ന് മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ആ കനിവുണ്ടല്ലോ, അത് മനുഷ്യത്വമാണ്. അതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. H2A എന്ന് ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. ഇത് പഠിക്കാതെ നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, പാഠം ഒരിക്കലും പൂർത്തീകരിക്കുകയുമില്ല. H2A എന്ന് പറയുന്നത് ജലത്തിന്റെ ഒരു സൂത്രവാക്യമാണ്, അതൊരു രാസനാമമാണ്. എന്നാൽ H2 എന്ന് പഠിച്ചതുകൊണ്ട് ദാഹിക്കുന്നവന് എങ്ങനെ വെള്ളം കൊടുക്കാൻ കഴിയും? എന്നാൽ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ കഴിയണമെങ്കിൽ നാളെ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് വെച്ച് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ വെച്ച് ഇതിനൊക്കെ പുണ്യം ലഭിക്കപ്പെടും എന്ന് പറയുന്ന ഒരു തിയറി. ആ തിയറിയാണ് നമ്മുടെ ഇന്ധനം. ആ ഇന്ധനമാണ് മുസ്ലിം യൂത്ത് ലീഗിന് പ്രചോദനമായി വർത്തിക്കുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പക്ഷെ ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷ്യമാണ്. കാരണം എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രമാണ്. നാട്ടിലെ പൗരന്മാരെല്ലാവരും ക്ഷേമത്തോടെ അധിവസിക്കണം. അതിന് ഗവൺമെന്റിന് ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയും. ഇവിടെ മുസ്തഫ സാഹിബ് ഭരണാധികാരിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് സ്വമേധയാ പലതും ചെയ്യാം, ഗ്രാമപഞ്ചായത്തിന് ചെയ്യാം. എന്നാൽ ഗവൺമെന്റ് നികുതി ഈടാക്കി ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രവും കേരളവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഫണ്ടുകൾ കൊടുക്കും. അപ്പോൾ അവിടെ പെൻഷനും റോഡും പാലവും ഒക്കെ ഏർപ്പാട് ചെയ്യാൻ കഴിയും. എന്നാൽ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഗവൺമെന്റ് അല്ല. എന്നാൽ നിങ്ങൾ അറിയുമോ, വയനാട് ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പണം കൊടുത്തൊരു പാർട്ടിയുടെ പേര് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്? ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കുന്നു? നമുക്ക് CH സെന്ററുകളുണ്ട്, നമുക്ക് വാഫക്കി ഹോമുകളുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് പൂക്കോയ തങ്ങളുടെ പേരിൽ PTH സംവിധാനമുണ്ട്, CH സെന്ററുകളുണ്ട്, അതോടൊപ്പം തന്നെ റിലീഫ് സെന്ററുകളുണ്ട്. ഇതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നു. പെൻഷൻ സംവിധാനം പലയിടങ്ങളിലും മുസ്ലിം ലീഗിനുണ്ട്, സ്കോളർഷിപ്പ് യൂത്ത് ലീഗിനും MSF-നും ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നമുക്ക് വൈറ്റ് കാർഡ് ഉണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഈ പരിപാടിയുമായി ബന്ധപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞങ്ങളുടെ വൈറ്റ് കാർഡ് ചെയ്യുന്ന പ്രവർത്തനം യൂറോപ്പിൽ ഒരു വലിയ മാതൃകയുണ്ട്. ആ മാതൃക എന്താണെന്ന് വെച്ചാൽ ടൈം ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്. നമുക്ക് ഈവനിങ് ബാങ്കിനെ കുറിച്ചറിയാം, അതോടൊപ്പം തന്നെ നാട്ടിലെ വിവിധ ബാങ്കുകളെ കുറിച്ചറിയാം. നമ്മളൊക്കെ അതിലേക്ക് പണം നിക്ഷേപിക്കും. ആവശ്യം വരുമ്പോൾ അത് ഓരോരുത്തരും നിക്ഷേപകർ തിരിച്ചെടുക്കും. പണ്ടൊക്കെ ബാങ്കിന്റെ പ്രവൃത്തി സമയം 10 മണി മുതൽ 4 മണി വരെ എന്ന് പറയും. ആ സമയത്താണ് പണം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് കിട്ടാൻ കഴിയുകയുള്ളൂ. എന്നാൽ ATM വന്നപ്പോൾ ആ സിസ്റ്റം മാറി. ഇപ്പം ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ സംവിധാനം വന്നു. നമുക്ക് ഏത് രാത്രിയിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം പിൻവലിക്കാം എന്നൊരു സിസ്റ്റം വന്നു. ഇത് ബാങ്കിങ്ങിന്റെ പുതിയ മാറ്റമാണ്. എന്നാൽ യൂറോപ്പിൽ തുടങ്ങിയ ബാങ്ക് ടൈം ബാങ്കാണ്. ആ ടൈം ബാങ്കിൽ ആരാണ് നിക്ഷേപകർ? ആർക്കാണ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയുക? അവിടെ യുവാക്കൾക്കാണ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഏത് യുവാക്കൾ? നന്നായി സംസാരിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന, ക്ഷമയുള്ള യുവാക്കൾ. അവർക്ക് ടൈം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അവർ നിക്ഷേപിക്കേണ്ടത് അവരുടെ ടൈമാണ്, പണമല്ല. അവരുടെ യൗവനം നിക്ഷേപിക്കാം. ആർക്ക് വേണ്ടി? വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ യൂറോപ്പിലുണ്ട്. അവരെ സേവിക്കാൻ വേണ്ടി നിങ്ങളുടെ യൗവനം നിങ്ങൾക്ക് ചെലവഴിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ സമയത്തെ പിൻവലിക്കാം. എപ്പോൾ? നാളെ നിങ്ങൾ വാർദ്ധക്യത്തിൽ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ് നിങ്ങൾ 15 മണിക്കൂർ ഈ ബാങ്കിൽ നിക്ഷേപിച്ചോ, 15 ദിവസമാണോ, 300 മണിക്കൂറാണോ, ആ മണിക്കൂറുകൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതൊരു ഉപാധിയോടുകൂടിയാണ്. നിങ്ങൾ അറിയണം, ഉപാധിയോടുകൂടിയാണ് ഈ ബാങ്കിങ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ഉപാധിയുമില്ലാതെയാണ് വയനാട്ടിലേക്ക്, ആ ദുരന്ത ഭൂമിയിലേക്ക് ആയിരക്കണക്കിന് വരുന്ന വൈറ്റ് ഗാർഡിന്റെ അംഗങ്ങൾ ചുരം കയറി അവിടെ വന്നിട്ടുള്ളത്. എന്തുപാധിയാണ്? ഒരു ഉപാധിയുമില്ല.
ഞങ്ങൾ സേവിക്കാം. വീട് തകർന്നുപോയവരെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന എത്ര ജീവനുകൾ രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ എത്ര പേരുടെ ഈ DNA ടെസ്റ്റ് നടത്തി കൊണ്ടുപോകുന്ന ഈ മൃതദേഹം ആരുടേതാണെന്നറിയുമോ? ആരുടേതാണെന്നറിയില്ല. പാതിരാത്രിയിലും നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന, അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് വന്നവർ, ഞാൻ വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ, യൂത്ത് ലീഗുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. വൈറ്റ് കാർഡ് അവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നിസ്വാർത്ഥ സേവനം അവർ ചെയ്യുകയുണ്ടായി. ഇത് വോട്ടിന് വേണ്ടിയല്ല, അവാർഡിന് വേണ്ടിയല്ല. അങ്ങനെ ആരെങ്കിലും അവാർഡ് നൽകുകയാണെങ്കിൽ ലോകത്ത് വൈറ്റ് ഗാർഡിനും യൂത്ത് ലീഗിനും നൽകാൻ പാകത്തിൽ ഒരു അവാർഡുമില്ല എന്നുള്ളത് ഞങ്ങൾ ഇവിടെ അഭിമാനത്തോടെ പറയുകയാണ്. ഞങ്ങൾ അവാർഡല്ല. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വൈറ്റ് ഗാർഡിനെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അവാർഡല്ല, റിവാർഡാണ്, പ്രതിഫലം. ആരുടെ പ്രതിഫലം? ഭൗതിക ലോകത്തെ പ്രതിഫലമല്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും നിലനിൽക്കുന്നതെന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ, ഞങ്ങളൊരു ആപ്പ് തുടങ്ങി 37 കോടി സമാഹരിച്ചു. എന്നാൽ മറ്റു പലർക്കും ഈ ആപ്പിലൂടെ എന്തുകൊണ്ട് ഈ പണം സമാഹരിക്കാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ, ഇതിന് വിശ്വസ്തനായ ഒരു നായകന്റെ കരമുണ്ട്. അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മലയാളക്കരക്ക് പരിചയപ്പെടുത്തിയ ആ വിശ്വാസതയുണ്ട്, ആ ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റിയിലാണ് ഇന്ന് നാടെമ്പാടും ഈ CH സെന്ററുകളും അതോടൊപ്പം തന്നെ ആംബുലൻസുകളും ഏറ്റവും കൂടുതൽ സർക്കാർ സംവിധാനം എത്തിപ്പെടുന്നതിന് മുമ്പ് അവിടെ ചീറിപ്പാഞ്ഞ ആംബുലൻസുകളിൽ ഒരു ചിത്രമുണ്ടായിട്ടുണ്ട്. അത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഈ ചിത്രം, ആ ചിത്രത്തോടുകൂടെയുള്ള ആംബുലൻസുകൾ ഇന്ന് കേരളത്തിൽ തലങ്ങനെയും വിലങ്ങനെയും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഞാനെന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അവിടെ പ്രത്യേക ക്ഷണിതാവായി ന്യൂയോർക്കിലെ ആസ്ഥാനത്തെ അസംബ്ലിയിൽ, ഐക്യരാഷ്ട്രസഭയുടെ UN അസംബ്ലിയിലെ ക്ഷണിതാവായി നമ്മുടെ പ്രസിഡന്റ് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പത്രങ്ങളിൽ എഴുതിയ ലേഖനമുണ്ടായിരുന്നു. ആ അനുഭവക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഫിലാഡൽഫിയ എന്ന് പറയുന്ന ഒരു പട്ടണം, അമേരിക്കയിൽ അദ്ദേഹം പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ പട്ടണത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ബെഞ്ചമിൻ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ആ പട്ടണത്തിൽ വൈദ്യുതി എത്തുന്നതിന് മുമ്പ് രാത്രിയായാൽ ആ ഫിലാഡൽഫിയ പട്ടണം പ്രകാശപൂരിതമാവും. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇരുട്ടിനെ ശപിച്ചപ്പോൾ ബെഞ്ചമിൻ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ തന്റെ വീടിന് മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. എല്ലാവരും ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കുണ്ടിലും കുടിയിലും വീട് പരിക്കുകൾ പറ്റി ഇരുട്ടിനെ ശപിക്കുമ്പോൾ ബെഞ്ചമിൻ ബെസ്റ്റിന്റെ വീടിന്റെ മുന്നിൽ വരുമ്പോൾ ഒരു വെളിച്ചമായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. എല്ലാവരും ഇരുട്ടിനെ ശപിച്ചു. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ ബെസ്റ്റിനെ അഭിനന്ദിച്ചു. പിന്നീട് അവർക്ക് തോന്നി, ഈ മാതൃക ഞങ്ങൾക്കും എന്തുകൊണ്ട് പിന്തുടർന്നുകൂടാ? ഈ മാതൃക ഞങ്ങളും അനുകരിക്കേണ്ടതല്ലേ? ഞങ്ങളിങ്ങനെ അഭിനന്ദിക്കേണ്ടവരല്ലോ. അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ വീടിന് മുന്നിൽ ഈ വിളക്ക് കത്തിക്കാൻ തുടങ്ങി. വൈദ്യുതി കണ്ടെത്തുന്നതിന് മുമ്പ് ഫിലാഡൽഫിയ പട്ടണം പ്രകാശപൂരിതമായത് ഈ അനുഗ്രഹീതമായ മാതൃക പകർത്തിയതാണെങ്കിൽ, ഞങ്ങളോട് മത്സരിക്കാനുള്ളവർ ഞങ്ങൾ വോട്ടിൽ മാത്രമല്ല ഈ രംഗത്തുകൂടെ മത്സരിക്കാൻ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്തരം ആരോഗ്യകരമായ മത്സരം നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിന്റെ ഗുണം ഈ നാടിനുണ്ടാവും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം, നറുക്കെടുപ്പിലൂടെ ഇവിടെ ഒരു സമ്മാനത്തിന്റെ ഒരു പെരുമഴക്കാലം, ആ പെരുമഴക്കാലം സമ്മാനിച്ച താഴെക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് മുസ്ലിം ലീഗിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ആരും തന്നെ ജാതി നോക്കാറ്, മതം അത് അന്വേഷിച്ചോ രാഷ്ട്രീയം നോക്കിയല്ല. അതുകൊണ്ടാണ് ജോയ് മാത്യുവിനെ പോലുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ സർക്കാർ സംവിധാനത്തിൽ പണം കൊടുക്കില്ല, പകരം മുസ്ലിം ലീഗിന്റെ ആപ്പിൽ മാത്രമേ ഞാൻ പണം നൽകുകയുള്ളൂ എന്ന്. അദ്ദേഹത്തെ പോലെ നൂറുകണക്കിന് ആളുകൾ, കൊല്ലത്തെ ഒരമ്മ 7 ലക്ഷം രൂപ കൊണ്ടുപോയി മുസ്ലിം ലീഗിന് കൈമാറുകയാണ്. ഇത് കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെടുത്ത വിശ്വാസതയാണ്. അതുകൊണ്ട് ഈ വിശ്വാസത നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ പഠന ക്യാമ്പുകളും സമ്മേളനങ്ങളും ഒക്കെ നടത്തും. മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസുകൾ സമ്മേളനങ്ങളും ക്യാമ്പുകളും ആലോചിക്കുന്നതോടൊപ്പം ഡയാലിസിസ് രോഗികളുടെ കണക്കുകളുണ്ട്, അവിടെ സ്കോളർഷിപ്പ് നൽകേണ്ടവരുടെ കണക്കുകളുണ്ട്, പെൻഷൻ കൊടുക്കേണ്ട കണക്കുകളുണ്ട്. കാരണം ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് പാർട്ടല്ല, നമ്മുടെ രക്തധമനികളിൽ അലിഞ്ഞു ചേർന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനം മാതൃകപരമായി നടത്തിയ പഞ്ചായത്ത് കമ്മിറ്റിയെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.